കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി 68-കാരനായ ബഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്ന ബഷീറിനെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. ദിവസവും സന്ധ്യയാകുമ്പോൾ തന്നെ കാട്ടുപോത്തിന്റെ ശല്യം തുടങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ കാട്ടുപോത്തിന്റെ ശല്യം സന്ധ്യയ്ക്ക് തൊട്ട് താഴ്വശത്ത് 4 എണ്ണം ഇന്നലെ രാത്രി നിൽക്കുന്നുണ്ട്. ലൈറ്റ് അടിച്ച് നോക്കിയത് അത് രാത്രി കയറി പോയിട്ട് രാവിലെ വെളുപ്പിനെ ഇറങ്ങി വരുന്ന ഈ ഓഫീസിനേക്കൂടെ. അതാണ് സംഭവം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സ്ഥലം DFO എത്താതെ മൃതദേഹം സംഭവ സ്ഥലത്തു നിന്നും മാറ്റുവാൻ അനുവദിച്ചില്ല. മനുഷ്യജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് രാജ്യത്തു നിന്നും മാറ്റേണ്ടതെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ബഷീർ എന്ന് പറയുന്ന ആ കുടുംബത്തിലെ അയാളും ഭാര്യയും 5 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബവും വളരെ പാവപ്പെട്ട കുടുംബം. ദാരുണമായിട്ടുള്ള അന്ത്യമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അതില് എല്ലാവരും ദുഃഖിക്കുന്നവരോടൊപ്പം വലിയ പ്രതിഷേധവും ആളുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DFO ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എന്ത് ആശ്വാസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് DFO ഇവിടെ പറഞ്ഞ് നമുക്ക് ഒരു പരിഹാരം കണ്ട് സമാധാനപരമായി ഇനി മേലിൽ ഒരു കാരണവശാലും ഈ കുളത്തൂപ്പുഴയോ ഫോറസ്റ്റ് മേഖലയില് ഒരു മനുഷ്യജീവനും ഇനി പൊലിയാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഫോറസ്റ്റ് സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് DFO പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ട് നമുക്ക് അതിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊരു മാറ്റം വരുത്താനും ഈ ബോഡി എടുത്ത് മാറ്റുന്നതിനും കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യണം. അതിനായിട്ട് DFO പറയട്ടെ. 9 മണിയോടുകൂടിയാണ് DFO സ്ഥലത്തെത്തിയത്. അപ്പോഴും നാട്ടുകാർ പ്രതിഷേധിച്ചു. മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് സർക്കാരിൽ നിന്നും 10 ലക്ഷം രൂപ നൽകുമെന്നും 5 ലക്ഷം രൂപ അടിയന്തരമായി കുടുംബത്തിന് എത്തിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നും DFO ഷാജികുമാർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് മരണപ്പെടുന്ന ആളിന് 10 ലക്ഷം രൂപ ധനസഹായമാണ് നൽകാൻ. ആ 10 ലക്ഷം രൂപ ധനസഹായം എത്രയും പെട്ടെന്ന് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ച് ഉടൻ തന്നെ പറയുമല്ലോ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ മറുപടി പറയുന്നതാണ്. നമ്മൾ കുളത്തുപുഴ മുതൽ പൂമ്പാറ വരെ തൂക്കുവേലി, സൗരോർജ്ജ തൂക്കുവേലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസം നമുക്ക് അതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ ആയതുകൊണ്ട് 1 മാസം ടെൻഡർ ചെയ്യാൻ വൈകി. ഉടൻ തന്നെ ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതിയോളം പണി, 2.5 കിലോമീറ്റർ ദൂരത്തിൽ പണി, തൂക്കുവേലിയുടെ പണി പകുതിയോളം പൂർത്തിയായി. ആ തൂക്കുവേലി പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. അതില് കുറച്ചൊരു മാറ്റേ DFO വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പൊ 10 ലക്ഷം രൂപ 10 വർഷത്തിന് മുമ്പ് മരണപ്പെടുന്നവർക്ക് കൊടുക്കുമായിരുന്നു. 17 ലക്ഷം കൊടുത്തോണ്ടിരിക്കുന്ന 22 ലക്ഷം കൊടുക്കും എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ 22 ലക്ഷം രൂപ കൊടുക്കണം. മരണപ്പെട്ട ആളിന്റെ ആശ്രിതര ഒരാളേക്ക് ജോലി ഇവിടെ നിർബന്ധമായും കൊടുക്കണം. ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവിടെയുള്ള ജനപ്രതിനിധികളും ബന്ധപ്പെട്ടവരുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടി ആലോചിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കണം. ഓരോ ആൾ മരിക്കുമ്പോൾ ഫെൻസിങ്ങിടും അന്തരീക്ഷത്തിലൂടെ പറക്കുമെന്ന് പറഞ്ഞാൽ നടക്കൂല. ജനം പരിശുദ്ധരാണ്. വന്യജീവി മനുഷ്യ സംഘർഷം വർദ്ധിച്ചു വരികയാണ്. അതിന് സമർത്ഥികളുണ്ടാകും. ഒന്ന്, ഈ വനത്തില് ഈ കാര്യങ്ങളിലെല്ലാം ഓടിയെത്തി പരിഹരിക്കാൻ പറ്റുന്ന ഇതിന്റെ പാതയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. തലങ്ങും പെരങ്ങും ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതിന്റെ പേരിൽ ഈ സംഭവം നടന്ന വഴി അറിയാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കാര്യം ഇവിടെ പരിചയമുള്ള ആളുടെ എല്ലാം ഭരണം മാറും. കാട്ടുപോത്തിന് ഭരണം മാറി അറിഞ്ഞുകൂടല്ലോ. എന്നാൽ ഈ സ്ഥലങ്ങളും ഇതൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെ വിന്യസിക്കണം. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ താൽക്കാലികമായി ജോലി നോക്കാൻ നിയമിക്കുന്നു. അവർക്ക് അല്ല സ്ഥലം മാറ്റത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾ അന്വേഷിച്ച് നോക്കും. സ്ഥലം മാറ്റിയിട്ടുണ്ടല്ലോ. സ്ഥലമൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ
കുളത്തുപുഴയുടെ ഭൂരിഭാഗവും വനപ്രദേശമാണ്. ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്കും വാഹനത്തിനുമെതിരെ കാട്ടുപോത്തിന്റെ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താൽക്കാലിക